സ്നേഹം നിറഞ്ഞ നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നിങ്ങളോട് സംസാരിക്കുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ SDP ചാവക്കാട് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് കൺവീനർ നാസർ ചാവക്കാട്. 24-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9 മണിയോടുകൂടി ഞങ്ങളുടെ കരുത്തനായ സാരഥി 5-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഷെരീഫ് കല്ലിങ്ങലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി പുന്ന സെൻട്രലിൽ ഒരു ഫ്ലക്സും അല്പം പോസ്റ്ററുകൾ പതിക്കുന്നതിന് വേണ്ടി എൻ്റെ നേതൃത്വത്തിൽ 10ഓളം വരുന്ന പ്രവർത്തകർ സെൻട്രലിലെത്തുകയുണ്ടായി. പ്രചരണത്തിൻ്റെ കാര്യത്തിൽ സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിട്ടതിനാൽ ഞങ്ങൾ കുറച്ച് പുറകിലായിരുന്നു. അതിനാൽ തന്നെ പുന്നയുടെ സെൻട്രൽ ഇതിനകം തന്നെ ഒരൊറ്റ ഫ്ലക്സോ പോസ്റ്ററോ ഒട്ടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ലഭ്യമായ പ്രചരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളവിടെ എത്തി ഈ ഫ്ലക്സ് സ്ഥാപിക്കുകയും ഒരല്പം പോസ്റ്ററുകളും മരങ്ങളും കിട്ടുന്ന ആ പ്രക്രിയയിൽ ഇടപെടുമ്പോൾ തന്നെ ഇവിടുത്തെ കുത്തക രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഗുണ്ടാ പ്രവർത്തകരായിട്ടുള്ള മറ്റു ചില അവരുടെ അനുഭാവി വൃന്ദങ്ങളൊക്കെ ഞങ്ങളുടെ പ്രവർത്തനത്തെ ഒരു ധിക്കാരത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു വെല്ലുവിളി സ്വഭാവത്തോടെയോ നോക്കിക്കാണുകയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഞങ്ങൾ കിട്ടുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ പെട്ടെന്ന് അവർ വന്ന് കെട്ടിക്കൊണ്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുകയുണ്ടായി. അതോടൊപ്പം തന്നെ തെറിപ്രയോഗങ്ങളും ദ്വയാർത്ഥത്തിലുള്ള സംസാരങ്ങളുമായി അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു അക്രമ സംഭവം ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം പരിശ്രമിക്കുന്നത് പോലെ ഞങ്ങൾ തോന്നി. നമ്മൾ കൃത്യമായി തീരുമാനിച്ചിരുന്ന ഒരു കാരണവശാലും നമ്മളെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടാവാൻ പാടില്ല എന്ന് കൃത്യമായി അണികൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് തന്നെയായിരുന്നു നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിനകം തന്നെ കോൺഗ്രസിൻ്റെ പല ഗുണ്ട പ്രവർത്തകരും പല സ്ഥലങ്ങളിൽ നിന്നായി വന്ന് ഏകദേശം 40 ആൾക്കാർ ഇതിനകം തന്നെ സെൻട്രലിൽ സംഭടിച്ചിരുന്നു. ഇതിനിടയിൽ ഞങ്ങളുടെ കൊടിസ്തൂപത്തിൻ്റെ ചേർന്നാണ് ഞങ്ങളുടെ ഫ്ലക്സ് സ്ഥാപിച്ചത്. മറ്റൊരു സ്ഥലം പോലും സെൻട്രലിൽ ഒഴിവായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കൊടിയോടെ ചേർന്ന് വളരെ സ്ലിമ്മായിട്ടുള്ള ഒരു 6.5 സൈസ് ഫ്ലക്സാണ് ഞങ്ങൾ അടിച്ചിട്ടുള്ളത്. അവിടെ മാത്രമായിരുന്നു ഞങ്ങൾക്ക് വെക്കാനുള്ളൊരു സ്ഥലം ബാക്കിയുണ്ടായിരുന്നത്. തൊട്ടടുത്തുള്ള BJPയുടെ കൊടി തൊട്ടടുത്തുണ്ട്. അതിൽ നിന്ന് ഏകദേശം 2 ഇഞ്ച് വിട്ടുകൊണ്ടാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് BJPക്കാർ വന്ന് ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങളവിടെ ഫ്ലക്സ് വെക്കണം ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വെച്ചതിൻ്റെ പേരിൽ നമുക്കത് ബുദ്ധിമുട്ടായി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കൊടിയുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു തടസ്സം ഞങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ ഒരു ഫ്ലക്സ് മാത്രമാണ് ഞങ്ങൾ അടിച്ചിട്ടുള്ളൂ. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ആദ്യം ആരാ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെച്ച് പോവും, സ്വാഭാവികമാണല്ലോ. ഒരു തെങ്ങോ ഒരു മതിലോ ഒരു ചുമരോ ആദ്യം ആര് അവിടെ വെച്ച് കെട്ടുന്നോ ആ ഭാഗം കവർ ചെയ്യുന്നോ അവർക്കത് ലഭിക്കുക എന്നുള്ളത് സ്വാഭാവികമായ രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായി എല്ലാവരും വകവെച്ചു വരുന്ന പ്രക്രിയയാണ്. BJPക്കാരും അത് മനസ്സിലാക്കി അവരങ്ങോട്ട് പോവുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസിൻ്റെ ഗുണ്ടാവിളയാട്ടം പോലെ അവിടെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അവിടെ നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ആരോ പോലീസിനെ ഇൻഫോം ചെയ്തുകൊണ്ട് പോലീസ് എത്തുകയും പോലീസ് അവിടെ ഒരു വാണിംഗ് കൊടുത്ത് എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറയുകയും അതിനുശേഷം CIയുടെ നേതൃത്വത്തിൽ ഒരു പറ്റം പോലീസുകാർ വന്ന് മുഴുവൻ കൊടിതോരണങ്ങളും ചമയങ്ങളും എല്ലാം എടുത്ത് മാറ്റുകയാണ് അവിടെ ചെയ്തത്. ഇതാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ പുന്നയിൽ സംഭവിച്ചത്. SDP സംബന്ധിച്ചിടത്തോളം കൃത്യമാണ്. ഒരു വിവേചനമില്ലാത്ത വികസനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന, ഭയരഹിത ഇന്ത്യക്ക് വേണ്ടി പരിശ്രമിക്കുന്ന, തുല്യനീതി പുലരുന്ന നാളേക്ക് വേണ്ടി പരിശ്രമിക്കുന്ന SDP സംബന്ധിച്ചിടത്തോളം ഈ അർത്ഥത്തിലുള്ള പ്രലോഭനങ്ങളും ഭീഷണിയുടെ മുന്നിലൊന്നും മുട്ടുമടക്കുമെന്നൊന്നും ആരും ധരിക്കേണ്ടതില്ല എന്ന് ഞാൻ സാംക്രമികമായി സൂചിപ്പിക്കുകയാണ്. ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇവിടെ ഈ കാലങ്ങളായിട്ട് ഈ രാജ്യത്തെ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുന്ന കപട രാഷ്ട്രീയക്കാരിൽ നിന്നും ഗുണ്ടാ രാഷ്ട്രീയക്കാരിൽ നിന്നും വർഗീയവാദം പറഞ്ഞു പറ്റുന്ന രാഷ്ട്രീയക്കാരിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിച്ചുകൊണ്ട് പുതിയൊരു നാളേക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി 5-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന നിങ്ങളുടെ പ്രിയങ്കരനായ സാരഥി കല്ലിങ്ങൽ ഷെരീഫിനെ നിങ്ങളുടെ വിലയേറിയ വോട്ട് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നന്ദി.